ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസഫലമാണ്. 1201 ആണ്ട് മകരമാസം 18 തീയതി ഞായറാഴ്ച പൂയ നക്ഷത്രത്തിൽ ഫെബ്രുവരി മാസം ആരംഭിക്കുന്നു. മാസ ആരംഭത്തിലുള്ള ഗ്രഹനില: മിഥുന രാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങത്തിൽ കേതുവും മകരത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, കുജൻ എന്നീ ഗ്രഹങ്ങളും രാഹു കുംഭത്തിലും ശനി മീനത്തിലുമാണ്. പിന്നെ ഫെബ്രുവരി 4 ബുധൻ കുംഭരാശിയിലേക്കും ഫെബ്രുവരി 7 ശുക്രൻ കുംഭരാശിയിലേക്കും ഫെബ്രുവരി 13 സൂര്യൻ കുംഭരാശിയിലേക്കും സംക്രമിക്കപ്പെടും. ഈ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന ഫലങ്ങൾ വിശദീകരിച്ച് പറയാം. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും കൺസൾട്ടേഷനും ഒക്കെ SMECT അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇടവം രാശിയിലുള്ള കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകീരത്തിൻ്റെ 1, 2 പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും പിന്നെ ഇടവ ലഗ്നത്തിൽ ജനിച്ചവർക്കും ഈ മാസം വളരെയധികം ദൈവാധീനമുള്ളൊരു മാസമാണ്. കർമ്മപരമായിട്ടുള്ള വലിയ ഉയർച്ചകളൊക്കെ തന്നെ ഉണ്ടാകും. ധനപരമായിട്ടുള്ള നിക്ഷേപങ്ങളൊക്കെ ഉണ്ടാകും. ബിസിനസ്സിലൊക്കെ പലവിധ നേട്ടങ്ങളും ഉണ്ടാകും. പുതിയതായി പല ബിസിനസ്സുകളും ആരംഭിക്കുകയും നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വലിയ ലാഭങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകും. ധർമ്മദൈവങ്ങളുടെയും കാവൽ ദൈവങ്ങളുടെയും ഒക്കെ അനുഗ്രഹം ധാരാളമുള്ള ഒരു മാസം തന്നെയാണ്. ദീർഘദൂര യാത്രകൾ, ബിസിനസ് പരമായിട്ടുള്ള യാത്രകൾ, തീർത്ഥാടന യാത്രകളൊക്കെ വേണ്ടതായിട്ടൊക്കെ വരും. പിന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ തന്നെ കിട്ടും. അതോടൊപ്പം തന്നെ സ്ഥലമാറ്റത്തിനുള്ള യോഗവും ഒക്കെയാണ് കാണുന്നത്. പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ളവർക്കും അവയെല്ലാം കിട്ടും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് ജോലി ലഭിക്കും. അതോടൊപ്പം അവർക്ക് പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ തന്നെ ഉണ്ടാകും. കയ്യിലുള്ള ധനനിലയൊക്കെ വർദ്ധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. കുടുംബത്തിലുള്ളവർ വാക്കുകൾക്ക് വില കൽപ്പിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗവും ഉണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ശുഭകാര്യങ്ങൾക്കായിട്ടുള്ള ശുഭ ചെലവുകളും ഉണ്ടാകും. വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും വളരെ വേഗത്തിൽ തന്നെ വീട് പണി പൂർത്തീകരിക്കാനൊക്കെ കഴിയും. പഴയ വീടൊക്കെ മോടി പിടിപ്പിക്കുകയും ചെയ്യും. പിന്നെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനമൊക്കെ വാങ്ങിക്കും. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ തുടരാനൊക്കെ കഴിയുന്നൊരു മാസമാണ്. സഹോദരങ്ങളുടെ എല്ലാവിധ സ്നേഹവും സഹായവും ഒക്കെ ലഭിക്കും. പൂർവിക സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയൊക്കെ കിട്ടാനുള്ളൊരു യോഗവും കൂടി കാണുന്നുണ്ട്. അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ തുടരാൻ കഴിയും. മാതാവിൻ്റെ സ്നേഹവും പരിചരണവും ഒക്കെ ലഭിക്കും. അവരുടെ ആരോഗ്യനില തൃപ്തികരം അല്ല. അമ്മയ്ക്ക് അസിഡിറ്റി സംബന്ധമായിട്ടോ വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ കഴിയും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിലും അതേപോലെ അവരുടെ ജോലിക്കാര്യത്തിലുമൊക്കെ ആഗ്രഹിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ നടക്കുക വഴി വളരെ സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. ഷെയർ മാർക്കറ്റ്, കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് ധനപരമായിട്ടുള്ള പല നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. ഏത് കാര്യവും സംയോജിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും. ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ തന്നെ പ്രവേശനമൊക്കെ ലഭിക്കും. വിവാഹാലോചനയുമായി മുന്നോട്ട് പോകുന്നവർക്ക് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ബന്ധമൊക്കെ വന്നു ചേരും. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ കൂടി വിട്ടുവീഴ്ച മനോഭാവത്താൽ മുന്നോട്ട് പോകും.
സാമൂഹ്യ പ്രവർത്തകർക്കും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും സമൂഹത്തിൽ പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഒക്കെ വന്നു ചേരും. അതോടൊപ്പം തന്നെ ലാഭനേട്ടങ്ങളും ഉണ്ടാകും. ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. കോടതിയിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിലൊക്കെ വിജയമുണ്ടാകും. കടമൊക്കെ ഉള്ളവർക്ക് കടം തിരിച്ചടയ്ക്കാനൊക്കെ കഴിയും. പലവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഉണ്ടാകും. ലോട്ടറി പോലുള്ള ഭാഗ്യത്തിനുള്ള യോഗവും കൂടി ഉള്ളൊരു മാസമാണ്. ചിട്ടികളും ലോണുകളും ഒക്കെ കിട്ടും. പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ തുടരാൻ കഴിയും. പൂർവികരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹമൊക്കെ ഉള്ള ഒരു മാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിനായിട്ടുള്ള പരിശ്രമങ്ങളിലും ദൈവാധീനം കൊണ്ട് നല്ല നിലയിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. കർമ്മപരമായ പല ഉയർച്ചകളും പ്രതീക്ഷിക്കാം. സംഘങ്ങൾ, ട്രസ്റ്റ്, അമ്പലപ്പണികൾ എന്നിവയിലൊക്കെ സജീവമായി പ്രവർത്തിക്കും. മൂത്ത സഹോദരങ്ങളും ഉറ്റ മിത്രങ്ങളും ഒക്കെ സഹായിക്കും. പൊതുവെ ഈ മാസം വളരെയധികം ദൈവാധീനവും കാര്യവിജയവും സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളൊരു മാസമാണ്. കലാകാരന്മാർക്ക് കലകളിൽ കഴിവ് തെളിയിച്ച് അംഗീകാരങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും. ആത്മീയപരമായ കാര്യങ്ങളിലും താല്പര്യക്കൂടുതലുണ്ടാകും. ആത്മീയപരമായ യാത്രകളും വേണ്ടതായിട്ട് വരും. എടുത്തു പറയുകയാണെങ്കിൽ ഇടവരാശി ഇടവലഗ്നക്കാർക്ക് ഈ മാസം രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.